ഹലോ മേഡം ജി, ഇതെവിടായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നീ ഇതെവിടായിരുന്നു? നിനക്ക് സുഖമാണോ? പിന്നെ എനിക്ക് നല്ല സുഖം. പിന്നെ എടീ, അങ്ങോട്ട് നോക്കി, അത് നമ്മുടെ അരുണല്ലേ? സോറിടാ. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. എടാ സോറി, ഇച്ചിരി ലേറ്റ്. എടാ ഇത് നോക്കടാ, എനിക്ക് എടാ ഫസ്റ്റ് കിട്ടിയത്. ഞങ്ങളുടെ ടീമിനെ ഫസ്റ്റ്. ഓ, അത് പിന്നെ ഏത് പട്ടിക്കും പൂച്ചയ്ക്കും ഫസ്റ്റ് കിട്ടും. അതിലിപ്പോ അത്ര അല്ല അത്ഭുതമൊന്നുമില്ല. അല്ലെങ്കിലും നീ ആണുങ്ങളെ മയക്കാൻ ഭയങ്കര മിടുക്കിയാണല്ലോ നീ. അരുൺ, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? നീ ഇന്ന് ഫോൺ എടുക്കുന്നുണ്ടോ? ഓ, വലിയ അത്യാവശ്യം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നീ ഫോൺ എടുക്കുള്ളൂ. കുറച്ച് സമാധാനം തരുമോ നീ? എപ്പോ മൊബൈലിൽ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. അതില്ല ഇതില്ല മാറ്റില്ല, കുഞ്ഞു പരാതികൾ പറഞ്ഞ് എന്നെ ഇട്ട് നീ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. സൗകര്യം എന്താ? എനിക്ക് പറ്റില്ല ഒരു. നീ എന്തായാലും വീട്ടിൽ വന്ന് ആലോചിക്ക്. എൻ്റെ വീട്ടിൽ നല്ല ആലോചന വരുന്നുണ്ട്. നീ എന്തായാലും വീട്ടിൽ വന്ന് പറ. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് മാത്രം സഹിക്കുന്നുണ്ടെന്ന് അറിയുമോ? നീ എന്താ എന്നെ ഒന്നും മനസ്സിലാക്കാത്ത? അല്ലെങ്കിലും പെണ്ണുങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. എന്തായാലും ജോലിയൊക്കെ കിട്ടിയിട്ട് ഞാൻ ഇതിനെപ്പറ്റി തീരുമാനിക്കുന്നുള്ളൂ. അപ്പൊ എൻ്റെ കാര്യമോ? നീ എന്താ എൻ്റെ പറ്റി ചിന്തിക്കാത്ത? ഇത് കുഞ്ഞുകളെയല്ലേ ഇത്. അത് നീ അത് മനസ്സിലാക്കുക. നിനക്ക് പറ്റില്ല, നീ പൊക്കോ. എടോ, എന്താ ഒരു ആലോചന? പഴയ കാലത്തോട്ട് പോയേക്കുവാണോ? ഇതൊക്കെ കഴിഞ്ഞില്ലേ? എടാ, അതെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. പിന്നൊരു കാര്യം, അവർക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലടി. മനുഷ്യന്മാരിത്രേ ഉള്ളടി. എത്ര കിട്ടിയാലും പഠിക്കത്തില്ലടി. അവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഇതിലൊക്കെ വീണു പോകുന്നത് നമ്മളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമം.